നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒട്ടും ഭയപ്പെടേണ്ട. കൊടുങ്ങല്ലൂർ അഴീക്കോട് വില്ലേജിൽ സുനാമി മുന്നറിയിപ്പിനെതിരെ നടന്ന മോക്ക് ഡ്രില്ലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പരിശോധിക്കാം തലക്കെട്ടുകൾ. വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ നിന്നുയരുന്നു ഭാഗവതത്തിന്റെ ഐശ്വര്യ പുണ്യശീലുകൾ. പരമതത്വ സമീക്ഷാ സത്രത്തിന് പ്രൗഢോജ്വല തുടക്കം. ഇനി 9 ദിനങ്ങൾ പുണ്യവചനത്തിന്റെ സംഗമഭൂമിയായി മാറും നൈമിഷാരണ്യം. രഥഘോഷയാത്രയുടെ ആവേശാരവത്തിലമർന്ന് ഭക്തജനങ്ങൾ. ബ്രഹ്മക്ഷി ദേവപാലൻ ധ്വജാരോഹണം നടത്തി. കൊല്ലം രാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി ആപ്തലോകാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഭാഗവത സത്രങ്ങൾ കച്ചവടമാക്കുന്നവർക്കെതിരെ കരുതൽ വേണമെന്ന് ആപ്തലോകാനന്ദ. പല സ്ഥലങ്ങളിലും സത്രങ്ങൾ ആഭാസമാവുകയാണെന്ന് ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി. കൊടുങ്ങല്ലൂർ താലൂക്കിലെ എറിയാട് അഴീക്കോട് വില്ലേജിൽ സുനാമി മുന്നറിയിപ്പ്. അനൗൺസ്മെന്റ് വാഹനങ്ങൾ കടൽ തീരത്ത്. പിന്നാലെ രക്ഷാപ്രവർത്തകർ. ദുരന്ത നിവാരണ സേന കുതിച്ചെത്തി. കടലിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തി. ജനങ്ങൾ എല്ലാം സാഗൂതം വീക്ഷിച്ചു. നടന്നത് നാശം വിതച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സുനാമിയുടെ വാർഷികത്തോടനുബന്ധിച്ച മോക്ക് ഡ്രിൽ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്ന് CPI തൊഴിലാളി വിഭാഗം AITUC. ആനുകൂല്യങ്ങളും പെൻഷൻ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യണമെന്ന് ഭരണമുന്നണിയിലെ പ്രധാന പാർട്ടി. വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി AITUC. CPI മണ്ഡലം സെക്രട്ടറി MU കബീർ ഉദ്ഘാടനം ചെയ്തു. അനവധി കുട്ടികളിൽ വയസ്സായ ആൾക്കാരെയാണ് തലമുട്ടിയിട്ട് പരിക്ക് പറ്റുന്നത്. അപ്പോൾ ആരും അത് പ്രതികരിക്കാൻ തയ്യാറാവണില്ല. എന്ന് വെച്ചാൽ പൊതു സ്ഥലത്ത് പല ബോട്ടുകളും വെച്ചിട്ടുണ്ട്. അതേപോലെ അത് ബോട്ട് റോഡിലേക്ക് തള്ളിയിട്ടാണ് വെച്ചത്. അതിൻ്റെ മൂല തട്ടിയിട്ട് പലരെയും തല പൊട്ടിയിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാതയോരത്തെ ബോർഡുകൾ നീക്കം ചെയ്യാൻ ഓടി നടക്കുന്നു വടക്കാഞ്ചേരി നഗരസഭ. യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ ചാലിപ്പാളം റോഡിൽ നഗരസഭ സ്ഥാപിച്ച പൊതു ശൗചാലയ ബോർഡ് സൃഷ്ടിക്കുന്നു ജനകീയ ദുരിതം. ആരോഗ്യ വിഭാഗം സ്ഥാപിച്ച ജനങ്ങളുടെ തലതകർക്കും ബോർഡിന് ഉയരം 5.5 അടി മാത്രം. ബോർഡിൽ ഇടിച്ച് ഇതിനകം പരിക്കേറ്റത് 20ഓളം പേർക്ക്. നഗരസഭയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം. പാർലിക്കാട് ഗവൺമെന്റ് UPU സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുത്തൻ ദിശാബോധം നൽകാൻ മൊഴിവട്ടം സഹവാസ ക്യാമ്പ്. ത്രിദിന ക്യാമ്പിൽ കണ്ണികളായി 54 കുട്ടികൾ. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കളിയും ചിരിയും കാര്യവുമായി സ്നേഹവലയം തീർത്ത് കുട്ടികൾ. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ്. സംയുക്ത പാർലമെന്ററി സമിതിക്ക് പ്രമേയം വിട്ടുകൊണ്ട് ബിൽ. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്റ് സമിതിയിൽ. ലോക്സഭയിൽ നിന്നുള്ള 27 MP-മാരുടെ പട്ടികയിലാണ് രാധാകൃഷ്ണന്റെ സ്ഥാനം. സ്വന്തം പിതാവിൽ നിന്നുണ്ടായ അതിക്രൂര പീഡനം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് ഗുരുതര അനാസ്ഥ പ്രകടിപ്പിക്കുന്നതായി ആരോപണം. വിദ്യാർത്ഥിനിയും മാതാവുമാണ് പരാതിക്കാരി. ഹൈദരാബാദിലും വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ഹോട്ടലിലും വെച്ചാണ് പീഡിപ്പിച്ചതെന്ന് മൊഴി.
ക്രിസ്മസ് നവോത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായി കേരളം മുഴുവൻ വ്യാപക പരിശോധനയ്ക്ക് പോലീസ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഉൾപ്പെടെ മദ്യവും മയക്കുമരുന്നും പ്രധാന നഗരങ്ങളിൽ എത്തുമെന്ന് റിപ്പോർട്ട്. രാവും പകലും ജാഗ്രതയോടെ പരിശോധന നടത്താൻ തീരുമാനം. സംസ്ഥാന പാതയിൽ വിയ്യൂർ പവർ ഹൗസിന് മുന്നിൽ വാഹനാപകടം. തടിലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരണമടഞ്ഞു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് 4ാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിക്കാണ് ദാരുണാന്ത്യം. മണ്ണുത്തി തനിഷ്ക് വീട്ടിൽ 21-കാരൻ അഖിലാണ് ദുരന്തത്തിനിരയായത്.